ടീച്ചറിന്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞേ നമസ്കാരം. ഓക്കെ, നമുക്കിന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കാൻ പോണേന്ന് അറിയോ? നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യഞ്ജനാക്ഷരങ്ങൾ ഇങ്ങനെ പഠിച്ച് തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നായിട്ട് നമുക്ക് ചില വാക്കുകൾ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിഹ്നങ്ങൾ ആവശ്യമാണ്, അല്ലേ? നമ്മൾ സ്വരാക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അത് കൂടാതെ വേറൊരു ചിഹ്നം കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ പഠിപ്പിച്ചിരുന്നു. ഏതാണത്? ഇങ്ങനൊരു ചിഹ്നം പഠിപ്പിച്ചു, അല്ലെ? ചന്ദ്രക്കല എന്ന ശബ്ദം വരുന്ന ഒരു ചിഹ്നം ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മള് ഒരു ചിഹ്നമാണ് പഠിക്കാൻ പോകുന്നത്. ആ ചിഹ്നം പഠിച്ചാലാണ് നമുക്ക് ചില വാക്കുകൾ, വ്യഞ്ജനാക്ഷരത്തില് ചില വാക്കുകളൊക്കെ നമുക്ക് വ്യഞ്ജനാക്ഷരം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില വാക്കുകൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചിഹ്നങ്ങൾ കൂടിയേ തീരും. അപ്പൊ നമുക്ക് ആ കുറച്ച് ചിഹ്നങ്ങൾ പഠിച്ചാലോ? ഈ ക്ലാസ്സിൽ ഒരു ചിഹ്നം പഠിപ്പിക്കുന്നുള്ളൂ. അടുത്ത 2-3 ക്ലാസ്സുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ചിഹ്നങ്ങൾ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, വായം. അപ്പൊ ടീച്ചർ എന്തിനാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നായിരിക്കും നിങ്ങളുടെ സംശയം, അല്ലെ? ഇത് എന്തിനാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് പിന്നെ പറയാം. അപ്പൊ ഒരു ചിഹ്നവും ആ ചിഹ്നം ചേർത്ത് വരുന്ന ഈ അക്ഷരങ്ങൾ ആ ചിഹ്നം ചേർത്ത് എങ്ങനെ പറയാം എന്നുള്ളതും, അതുകൂടാതെ ഒരു ഉദാഹരണം കൂടെ നമുക്ക് ആ ചിഹ്നം ചേർത്ത് പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചിഹ്നം നോക്കുക. ഇങ്ങനൊരു ചിഹ്നമാണ്, കണ്ടോ? ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചിഹ്നം. ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധയോടെ ഇരിക്കണം. ഈ ചിഹ്നം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ചിഹ്നമാണ്. ഈ ചിഹ്നം തന്നെ നമ്മള് വേറൊരു രീതിയില് നമ്മൾ ന്യൂസ് പേപ്പറിലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണും. അതെങ്ങനെയാണെന്നും കൂടെ നമുക്ക് എഴുതാം. ഓക്കെ, ഈക്വൽ, സമം ഇടുന്നത് ഒരേപോലെയാണെന്ന്. ഇപ്പൊ ടീച്ചർ എഴുതാൻ പോകുന്ന ചിഹ്നവും ഈ എഴുതിയിരിക്കുന്ന ചിഹ്നവും ഒന്ന് തന്നെയാണ്. അത് പ്രൊനൗൺസ് ചെയ്യുന്നതും ഒരേപോലെയാണ്. പക്ഷെ അത് നമ്മൾ എഴുതാൻ പഠിക്കുന്നതും ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾ കാണുന്ന രീതിയും വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ എഴുതുന്നത് കേട്ടാ. ശ്രദ്ധിച്ചിരിക്കുക. കണ്ട, ഇങ്ങനെയായിരിക്കും നിങ്ങൾ ചിലപ്പോ ന്യൂസ് പേപ്പറിലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ ചിഹ്നം കാണുന്നത്. കണ്ട, മനസ്സിലായോ? അപ്പോ നമ്മളിന്ന് പഠിക്കുന്ന ചിഹ്നം ഇതാണ്. ഈ ചിഹ്നം തന്നെയാണ് ഇത്. പക്ഷെ ന്യൂസ് പേപ്പറിൽ പറയുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ന്യൂസ് പേപ്പറിലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ കാണുന്നത് ഇതുപോലെ ആയിരിക്കും എന്ന് മാത്രം. ഓക്കെ, ഈ ചിഹ്നം എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാന്നുള്ളത് പറയണ്ടേ? യ. എങ്ങനെയാണ്? യ. മനസ്സിലായോ? യ എന്ന് പറയുന്ന ഒരു പ്രൊനൗൺസിലാണ് നമ്മളത് ഉച്ചരിക്കുന്നത്. ഓക്കെ, ആ ശബ്ദത്തിലാണ് ഉച്ചരിക്കുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് ഈ അക്ഷരങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഈ ചിഹ്നം എഴുതുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ശ്രദ്ധയോടെ ഇരിക്കട്ടാ. അപ്പൊ നമുക്ക് ആദ്യം കായെടുക്കാം. നോക്കേ, കായെടുത്തു. കണ്ടോ? ഈ ചിഹ്നം എഴുതി. കായും യ എന്ന് പറയുന്ന ചിഹ്നം. അപ്പൊ ഇതെന്തായി? കിയ. എന്താണ്? കിയ എന്ന് പറഞ്ഞേ. കിയ. ഉണ്ടോ? കിയ എന്ന് പറഞ്ഞേ. കിയ. ഓക്കെ, അടുത്തത് തായെടുക്കാം. തായെടുത്തു. എന്നിട്ട് എന്താണ്? ഈ ചിഹ്നം നമ്മൾ എഴുതി. ഓക്കെ, അപ്പൊ ഇതെന്താ പറയാ? ത യ. അപ്പൊ എന്താ പറയാ? തിയ. എന്താണ്? തിയ എന്ന് പറഞ്ഞേ. തിയ. കിട്ടിയോ? തിയ. ഓക്കെ, അടുത്തത് പ എടുക്കാം. പ യ. അപ്പൊ എന്താ? പിയ. എന്താണ്? പിയ. മനസ്സിലായോ? പിയ. ഓക്കെ, ഇനി വായെടുക്കാം. വായെടുത്തു. ആ ചിഹ്നം എഴുതി. കണ്ടോ? അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാട്ടാ.
ഇങ്ങനെ നമുക്ക് ഈ ചിഹ്നം എഴുതാം. കണ്ടാ, ഇതെന്താണ്? വ യ. അപ്പൊ എന്താ? വ്യ. എന്താണ്? വ്യ എന്ന് പറഞ്ഞേ. വ്യ. ഓക്കെ, വ്യ. അപ്പൊ നോക്കിയേ, യ എന്ന് പറയുന്ന ചിഹ്നം അത് നമ്മൾ അക്ഷരങ്ങൾ ചേർത്ത് എഴുതാണ്. ക്യ, ത്യ, വ്യ, പ്യ. കണ്ടാ, ഈ ചിഹ്നം ടീച്ചർ പറഞ്ഞു ഇങ്ങനെയും എഴുതാം. ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്. കണ്ടാ, ഇങ്ങനെയായിരിക്കും നിങ്ങൾ ന്യൂസ് പേപ്പറിലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് ഈ ചിഹ്നം കാണാൻ പറ്റുന്നത് ഇതുപോലെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കണ്ടാലും സെയിം ആണ്. മനസ്സിലായോ? അപ്പോ ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചു. ടീച്ചർ ഇങ്ങനെയാണത് പഠിപ്പിച്ചത്. പക്ഷെ ന്യൂസ് പേപ്പറിൽ ഒക്കെ ഇങ്ങനെ കാണുന്നു, വായിക്കുന്നത് ഈ പഠിക്കുന്ന പോലെ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതില്ലാതിരിക്കാനാണ് ടീച്ചർ പറഞ്ഞത്. എന്താണ്? ഈ ചിഹ്നം ഇങ്ങനെയും നമ്മുടെ അച്ചടി ഭാഷയിൽ വരുമ്പോ, പ്രിന്റഡ് ആയിട്ടുള്ള രീതിയിൽ വരുമ്പോ ഈ രീതിയിലും ഇത് വരുന്നു. മനസ്സിലായോ? ഇനി നമുക്ക് ഒന്നോ രണ്ടോ വാക്കുകൾ പഠിച്ചാലോ? ഓക്കെ, ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. നോക്കാം. ഏതാണിത്? ക അല്ലേ? ക. ഇതെന്തായത്? കാ. ആയില്ലേ? ക, ആ, കാ. ഇതെന്താണ്? വ അല്ലേ? വ. ഇനി നമ്മൾ ഈ ചിഹ്നം ഇടാൻ പോവാണ്. എന്ത് വരും? അപ്പൊ നമ്മൾ പഠിച്ചത് വ പ്ലസ് യ. അപ്പൊ എങ്ങനെ വരിക? വ്യ അല്ലേ? യെസ്. അപ്പൊ ഇതിന് കൂട്ടി വായിച്ചേ. കാവ്യ. എന്താണ്? കാവ്യ എന്ന് വായിച്ചേ. കാവ്യ. കാവ്യ ഒരു പേര് അല്ലേ? കേട്ടിട്ടില്ലേ? കാവ്യ. ഓക്കെ, അടുത്തത് വ. ഈ ചിഹ്നം വ്യ എന്ന ചിഹ്നം. അപ്പൊ വ യ. അപ്പൊ എന്താ? വ്യ. വ്യാ. എന്താണ്? വ്യാ. ഓക്കെ. പ, പാ, ര, അം. അപ്പൊ എന്താ? രം അല്ലേ? അപ്പൊ കൂട്ടി വായിച്ചേ. വ വ്യ ചിഹ്നം വ്യ. ഇതും കൂടെ വരുമ്പോ ആയുടെ ചിഹ്നം. അപ്പൊ എന്താ? വ്യാ. അടുത്തത് പ, ആ. അപ്പൊ എന്താ? പ, ര, അം. രം. കൂട്ടി വായിക്കുമ്പോ വ്യാപാരം. കണ്ടാ? വ്യാപാരം. എന്താണ് വ്യാപാരം? വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക അല്ലെ? വ്യാപാരം ചെയ്യപ്പെടുക. മനസ്സിലായോ? അപ്പൊ വ്യാപാരം. വ്യാ. ഇത് ശ്രദ്ധിക്കണം കേട്ടാ. വാ ഈ ചിഹ്നം, യായുടെ ചിഹ്നം വ്യാ. വ്യാ പാരം. വ്യാപാരം. കിട്ടിയോ? വ്യാപാരം. ഒരു വാക്കുകൂടെ നമുക്ക് പഠിക്കാം. ഇതെന്താണ്? ത അല്ലേ? ത. ഈ ചിഹ്നം എങ്ങനെ എഴുതിയാലും ഇങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. ഇതെന്താണ്? തിയ അല്ലേ? തിയ. നമ്മളിവിടെ ഇതിലാണ്. അപ്പൊ എന്തായി? പറ. ത്യാ. ഓക്കെ, ത്യാ. ഈ അക്ഷരം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഇതേതാണ് അക്ഷരം? ഗ അല്ലേ? ഉള്ളി എന്ന് പറയുന്നത് ഗ അല്ലേ? ഗ. അപ്പൊ ത, യ, ത്യ, ആ എന്ന് പറയുമ്പോ ത്യാ ഗ. അപ്പൊ ത്യാഗ. എന്താണ്? അം. അപ്പൊ ഗ, അം, ഗം. ഇനി ഇത് കൂട്ടി വായിച്ചേ. ത്യാഗം. എന്താണ്? ത്യാഗം. എന്താണിത്? ത്യാഗം. കിട്ടിയോ? അപ്പൊ നമ്മള്
ഈ ചിഹ്നം ഉപയോഗിച്ച് 1, 2, 3 വാക്കുകള് നമ്മളിന്ന് പഠിച്ചു കഴിഞ്ഞു. കിട്ടിയില്ലേ? അപ്പൊ നോക്കിയേ, യ എന്ന് പറയുന്ന ചിഹ്നമാണ് നമ്മൾ പഠിച്ചത്. അത് ഇങ്ങനെ എഴുതും, പത്രങ്ങളിലും ബുക്കുകളിലൊക്കെ ഇങ്ങനെയും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കാവ്യ, വ്യാപാരം, ത്യാഗം, ഉണ്ടോ? കാവ്യ, വ്യാപാരം, ത്യാഗം. ഉണ്ടോ? ത്യാഗം മീൻസ് സാക്രിഫൈസ് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ഒന്ന് വേണ്ടാന്ന് വെക്കുക, അതാണ് ത്യാഗം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചിഹ്നങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് അക്ഷരങ്ങളായിട്ട് ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് എളുപ്പം തോന്നാം. പക്ഷെ അത് വാക്കുകളായിട്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? സാവധാനം മനസ്സിരുത്തി വായിക്കണം, ഓരോന്നും. കണ്ടോ? ഇവിടെ ഇപ്പൊ നോക്കിയേ, എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ വാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് വായിക്കാനായിട്ട് പറ്റുള്ളൂ. നോക്കിയേ, വ്യ. അപ്പൊ എന്താ? വ്യ. ഇവിടെ ഈ ചിഹ്നം കൂടെ വന്നു, വ്യാ. കണ്ടാ? വ്യ ആ വ്യ, പ ആ പ, ര അം രം. ഇനി കുട്ടി വായിച്ചേ, വ്യാപാരം. കുട്ടി വായിക്കുമ്പോ വ്യാപാരം. കണ്ടാ? മനസ്സിലായോ? ഇതുപോലെ നിർത്തി ഓരോന്നായിട്ട് വായിച്ചാലാണ് നമ്മുടെ മനസ്സില് പഠിപ്പിക്കുന്ന ചിഹ്നങ്ങൾ എന്നല്ല, എന്തായാലും പതിയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ന്യൂസ് പേപ്പറിൽ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോ, നിങ്ങളുടെ സ്റ്റോറി ബുക്സിലൊക്കെ കാണുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഇതുപോലെ വായിക്കാൻ ശ്രമിക്കണം. കണ്ടോ? ടീച്ചർ നേരത്തെ പഠിപ്പിച്ചില്ലേ ഓരോ അക്ഷരങ്ങൾ ചേർത്ത്? കണ്ടോ? കായുടെ കൂടെ ഈ ചിഹ്നം വന്നപ്പോ എന്തായി? ക്യ അല്ലേ? പ എന്നതിന്റെ കൂടെ വരുമ്പോ എന്താവും? പ്യ. കണ്ടാ? വ എന്ന അക്ഷരത്തിന്റെ കൂടെ ഈ ചിഹ്നം വരുമ്പോ എന്താവും? വ്യ. കണ്ടാ? ഇനി ത എന്ന അക്ഷരത്തിന്റെ കൂടെ ഈ ചിഹ്നം വരുമ്പോ ത്യ. ഇനി അതുപോലെ പല അക്ഷരങ്ങളും നോക്കിയേ. ഇപ്പൊ ട നമ്മൾ എഴുതി, ഈ ചിഹ്നം വരുന്നു. എങ്ങനെയാ വായിക്കാം? ടിയ എന്നാണ്, ടിയ. കണ്ടാ? ടായുടെ കൂടെ ഈ ചിഹ്നം നമ്മൾ എഴുതാണ്. അപ്പൊ എന്തായി? ടിയ. മനസ്സിലായോ? ഓക്കെ, കിട്ടിയോ? അങ്ങനെ ഓരോ അക്ഷരങ്ങളും ഈ ചിഹ്നം ചേർത്ത് പറയുമ്പോ ആ അക്ഷരവും ഈ ചിഹ്നത്തിന്റെയും കൂടെ ശബ്ദം ചേർന്ന് വരുന്നു. മനസ്സിലായോ? ഓക്കെ, നോക്കിയേ, ഇതെന്താണ്? ല. ഇതെന്താണ്? ലിയ. എന്താ? ലിയ. ഇതെന്താണ്? ല്യം. എന്താ? ഇനിയാണ് വരുന്നത്. ല, ചിഹ്നം ചേർന്നു, ല്യ അം. അപ്പൊ എന്താണ്? ല്യം. ഉണ്ടോ? ല്യം. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ടീച്ചർ, നോക്കാട്ടാ. ഇതെന്താണ്? മ. ഇത് മൂ. ഉണ്ടോ? നീക്കി എഴുതാം. മ മൂ, ല, ലിയ. മനസ്സിലായോ? ലിയ അം. ഇപ്പൊ എന്തായി? ലിയം. ഇപ്പൊ നോക്കിയേ, മ ഉ മൂ, ല യ ലിയ, ലിയ അം ല്യം. ഉണ്ടാ? മൂല്യം. ഉണ്ടാ? മൂല്യം. ഓക്കെ, മൂല്യം എന്ന് വെച്ചാൽ വാല്യൂ. വാല്യൂ എഡ്യൂക്കേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മള്? മലയാളമാണ് വാല്യൂ, മൂല്യം. ഉണ്ടാ? മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇതുപോലെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഇങ്ങനത്തെ അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.